ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങള് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നിക്കണ് ചട്ടി തിങ്ങി കഴിഞ്ഞിട്ട് ഇത്തവണ മാത്രം പൂക്കളില്ല ഇതില്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു 2 വർഷത്തോളായിട്ട് ഇതൊന്നും അടർത്തി മാറ്റി വെക്കാറില്ല. അപ്പൊ ചട്ടി തിങ്ങി ചെടി മാത്രം ഉണ്ട്, പൂക്കള് ഭയങ്കര കുറവായി. 1-2 കൊല പൂക്കളൊക്കെ ഇനിയിപ്പൊ ഇതില് വരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് അടർത്തി മാറ്റി പുതിയ ചട്ടിയിലേക്ക് വെക്കണം കേട്ടാ. ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് നമുക്ക് കുറേ ചട്ടികളിലായിട്ട് ഇത് അടർത്തി മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലാ. ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ അത് നമ്മളെല്ലാതും പറിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ട. ഇതിലൊന്നിലും പൂവില്ല. തൈകള് ഇഷ്ടം പോലെ തൈകള് നിറഞ്ഞു കണ്ട. ഇതില് ഹൈബ്രിഡ് ഉണ്ട്, നാടനുണ്ട്, എല്ലാതും ഉണ്ട് ഇതില് കണ്ട. അപ്പൊ എല്ലാം പറിച്ച് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുക. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, നാടൻ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതല്ലാതെ ഇനി വേറെ ചട്ടിയിലായിട്ട് നടണം. നോക്ക് കുറേ ഉണ്ട്. ഇത് മുഴുവൻ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ തൈകളാണ് കേട്ടാ. ഇത് പൂക്കൾ കുറവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ 2 വർഷത്തോളമായി ഞാനിത് റീപോർട്ടിങ് ചെയ്തിട്ടേ അതിങ്ങനെ ഞാൻ മടി പിടിച്ച്, പിന്നെ മടിയല്ല അധികം ഇതിൻ്റെ ഇലകൾക്ക് ഭംഗിയുള്ള കാരണം ഞാൻ അങ്ങനെ നിർത്തിയിരുന്നത്. ഇനി ഇത് അടർത്തി മാറ്റുമ്പോൾ ഇനി ഭംഗി പോയെങ്കിലാന്ന് വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു പാം ഒക്കെ നടുന്ന പോലത്തെ ഒരു ഭംഗി കിട്ടും നമുക്ക്. പാമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കില്ലേ, അപ്പം അതേപോലെ ഇനി ഇത് കൂട്ടായി നിൽക്കുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് അടർത്തി മാറ്റാണ്ട് ഇരുന്നത്. പിന്നെ പൂക്കൾ വല്ലാണ്ട് കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് ഇത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. ഇത് മുൻപ് ഗ്രൗണ്ട് ഓർക്കിഡ് പൂത്ത് നിന്നിരുന്നാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തതാണ്. ഇതേപോലെ പൂത്ത് നിന്നിരുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ചട്ടിയിൽ ചെടി തിങ്ങിയപ്പോൾ സ്പൈക്ക് വരാനുള്ള സ്ഥലം ഇല്ലാണ്ടായപ്പോൾ പൂക്കൾ കുറഞ്ഞു. ഒരേ ചട്ടിയിലും 8-10 സ്പൈക്ക് വന്ന് ഇതുപോലെ പൂക്കൾ തിങ്ങി നിന്നിരുന്നതാണ്. അപ്പോൾ ചെടി നിറഞ്ഞപ്പോൾ പൂക്കൾ കുറഞ്ഞു. നമ്മളെപ്പോഴും എല്ലാ വർഷവും ഇത് റിപ്പോർട്ട് ചെയ്താൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും. കുറേ സിമെന്റ് ചട്ടി കാലിയായിരിക്കും. അപ്പം അതിലൊക്കെ നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നട്ട് കൊടുക്കാം. പൊക്കിക്കൊണ്ടായിരുന്ന ഭയങ്കര കനുണ്ട് കേട്ടോ. അത് പൊക്കാൻ എളുപ്പമല്ല. ചട്ടി തന്നെ ഭയങ്കര കനാണ്. ഒരാളെ കൊണ്ടൊന്ന് നനക്കാൻ പറ്റും. പഴയ മണ്ണാണ് ഇതിലൊക്കെ മാറ്റണം. അടിയില് ഇത് വെച്ചെടുക്കണം. ഓടും കഷ്ണം തുറന്നത്. ഗ്രൗണ്ട് ഓർക്കിഡ് വെക്കുമ്പോഴേ മണ്ണ് കുറച്ച് മതി. പിന്നെ നമുക്ക് കുറച്ച് ചകിരിയുടെ പീസും ഓടും കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായി വളരും. മണ്ണ് കുറവ് മതി ഗ്രൗണ്ട് ഓർക്കിഡിന്. മറ്റേ ഓർക്കിഡ് പോലെ തന്നെ ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വളരും. വായു സഞ്ചാരം ആകുമ്പോഴേ പൂക്കൾ കുറേ വരും. അപ്പൊ നമുക്ക് ഇത് ഈ സിമെന്റ് ചട്ടിയിലൊക്കെ ഇനി ഇത് പ്ലാന്റ് ചെയ്യാം കേട്ടാ. ഇപ്പൊ ഇത് വലിയ ചട്ടിയായ കാരണം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കണ്ട. ഭയങ്കര വലിയ സിമെന്റ് ചട്ടീനിത്. അപ്പൊ അതേനാണ് 1, 3, 5-6 ഉണ്ട് ഇത് തൈകള് കണ്ട. 2 വെച്ച് അപ്പൊ ഇത്രക്ക് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും. ഇത് വലിയ ചട്ടിയായ കാരണം. ചെറിയ ചട്ടി എന്ന് വെച്ചാൽ നമുക്ക് 3 വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ 6 വെച്ച് കൊടുക്കുന്നുണ്ട്. മതി. മണ്ണ് വളരെ കുറവിട്ടാ മതി കേട്ടാ. ഇത് നടുന്നു നമ്മള് ഭയങ്കര കുറവ്. ഒരു 1/4 ഭാഗം മണ്ണാണ് ഇപ്പൊ ഇതിലിട്ടിട്ടുള്ളൂ കണ്ട. എന്നിട്ട് അതിൻ്റെ കടഭാഗം മേലക്കിന് നിൽക്കണ്. മണ്ണൊരിത്തിരി മതി. കവർ ചെയ്യുന്നു പതുക്കെ കൈകൊണ്ട്. ഇനി നമുക്ക് ഈ തൊണ്ടിൻ്റെ പീസ്, ചകിരിയുടെ പീസൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വേര് ഇതിൽ പിടിച്ച് ഇതായിക്കോളും. ഓടും കഷ്ണവും
ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഓടിൻ്റെ പീസും ചകിരീരതൊക്കെ ഇതിങ്ങനെ അകത്തി ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പം ഇതിങ്ങനെ വളർന്ന് നല്ല വായു സഞ്ചാരം ഉണ്ടാവും. ഇതിപ്പോൾ കണ്ട നമ്മൾ നടൽ കഴിഞ്ഞ് ഇതുപോലെ എല്ലാതും നട്ട് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം ഞങ്ങളിത് ഇപ്പം ഈ സിമെൻറ്റും ചട്ടിയൊക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിരത്തി വെക്കുന്നു കേട്ടാ. ഞാൻ മീനും കൂടി കൊണ്ടുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോ ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ തൈ വേണമെങ്കിൽ 180 രൂപീന്. അതെങ്ങനെയെന്ന് വെച്ചാൽ 80 രൂപ കൊരിയർ ചാർജ് ആവും. 100 രൂപ വേണം എനിക്ക് കൊരിയർ അയക്കാൻ പോണെങ്കിൽ. അങ്ങനെയാണ് 180 രൂപ. അതേപോലെ തന്നെ ഓർക്കിഡ് തൈകൾ വേണ്ടവര് ഞാൻ ഇത് പറിച്ചപ്പോൾ എല്ലാതും കൂടി കൂട്ടിയിട്ടിരിക്കുന്നു. കളറൊന്നും അറിയില്ല. ഇപ്പം തീരെ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ തൈകൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ കൊരിയർ അയച്ചു തരാം. ഞാൻ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം 180 രൂപ തന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്ക് 80-90 രൂപയാവും കൊരിയർ അയക്കാനുള്ള ചാർജ്. 100 രൂപ വേണം ഇവിടുന്ന് വണ്ടിക്ക് അയക്കാൻ TTDCക്ക് പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ആ ചാർജ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ വെച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഇവിടെ കുറച്ച് സിമെൻറ്റും ചട്ടിയിൽ നമ്മൾ വെച്ച് കൊടുത്തു. സിമെൻറ്റും ചട്ടിയിലാകുമ്പോൾ കുറേ സ്പേസ് ഉണ്ട് വളരാനേ. ഇത്രയും സിമെൻറ്റ് ചട്ടിയിൽ വെച്ചു. ഇനി ബാക്കിയുള്ള ഞങ്ങൾ ഇത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട ഇത് ചെറിയ മൺചട്ടിയിൽ വെച്ച് കൊടുത്തു. 3 റോ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടാ. ഗ്രൗണ്ട് ഓർക്കിഡ് പൂവിട്ടാൽ നല്ല ഭംഗിന് കാണാൻ. നോക്കിയത് ഈ പൂവൊക്കെ നോക്കിയാൽ കുറച്ച് ഇത് സ്പൈക്കിന് നീളം കൂടുതലാണ്. മിനിയേച്ചർ ടൈപ്പ് അല്ലത്. എന്നാലും പൂ നല്ല ഭംഗിന് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ പൂവേ. അപ്പം ഇതൊരു സ്റ്റാൻഡ് മേലാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഇതായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ട ഇരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ വെച്ച് കൊടുത്തു. കുറച്ച് ഇതേ നമ്മുടെ താമരക്കുളത്തിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്തതാണ്, റീപ്പോർട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ താമരക്കുളത്തിൻ്റെ നടുവിൽ കൊച്ചു ചെറിയ മൺചട്ടിയിലാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിന് കാണാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ കാണിക്കാം. കണ്ട താമരക്കുളത്തിൻ്റെ സൈഡിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുറ്റും. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മഴയത്ത് ഞങ്ങൾ കുറച്ച് അധ്വാനപ്പെട്ട പണിയായിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റിപ്പോർട്ടിങ്. മഴ കുറച്ച് നേരം വിട്ട് നിന്നപ്പോഴാണ് അത് ഞാൻ ഇനിയും കൂടി ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ഇടുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരാം. ഞങ്ങളുടെ ചെടിമോൻ വന്നു.
ചെടി മോൻ എല്ലാത്തിലും വരും കേട്ടോ. അവൻ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ അവൻ വരും. ആ ടാറ്റ ബൈ ബൈ പറയും എല്ലാവരോടും. ടാറ്റ പറയും. ടാറ്റ ബൈ ബൈ പറയും. അങ്ങോട്ട് പറയേ, അങ്ങോട്ട് പറയേ ടാറ്റ ബൈ ബൈ.